നമസ്കാരം. പാകിസ്ഥാനിൽ ഒരു ഭരണഘടനാ ഭേദഗതി നടന്നു. 27ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സർവാധികാരവും തന്നിലേക്ക് ഒതുക്കുകയാണ് അസീം മുനീർ എന്ന പാകിസ്ഥാന്റെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ. നിലവിൽ ആ രാജ്യത്ത് അവശേഷിക്കുന്ന ജനാധിപത്യപരമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് സൈനിക സിവിൽ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കിക്കൊണ്ട് സൈനിക മേധാവിയുടെ സർവാധിപത്യം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് 27ാമത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നത്. എന്തു ചെയ്താലും ഒന്നും മിണ്ടാത്ത റബ്ബർ സ്റ്റാമ്പായ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഇടതുവശത്ത് നിർത്തിയാണ് ഫീൽഡ് മാർഷൽ അസീം മുനീർ സർവാധിപത്യം നാടകം നടത്തുന്നത്. ഇന്നലെ സെനറ്റ് പാസാക്കി 27ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അസീം മുനീർ അന്ത്യശ്വാസം വലിക്കുന്നതുവരെ ഫീൽഡ് മാർഷലായി തുടരും. ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും അഭൂതപൂർവമായ ഒരു സാഹചര്യമാണത്. ഭരണഘടനാ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഫെഡറൽ ഗവൺമെന്റിന് സായുധ സേനയിലെ വ്യക്തികളെ ഫീൽഡ് മാർഷൽ, മാർഷൽ ഓഫ് ദ എയർഫോഴ്സ്, അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ് എന്നീ പദവികളിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ കഴിയും. ഫീൽഡ് മാർഷലിന്റെ ഓഫീസും പ്രത്യേക അവകാശങ്ങളും ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കുമെന്നാണ് DNA അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബില്ല് അംഗീകരിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് കരസേനാ മേധാവിയെയും പ്രതിരോധ സേനാ മേധാവിയെയും നിയമിക്കും. പ്രതിരോധ സേനാ മേധാവി കൂടിയായ കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായും കൂടിയാലോചിച്ച് ദേശീയ തന്ത്രപരമായ കമാൻഡന്റിന്റെ തലവനെ നിയമിക്കും. സിവിൽ സർവീസസിൽ നിന്നല്ല, പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നായിരിക്കും ദേശീയ തന്ത്രപരമായ കമാൻഡിന്റെ തലവനുണ്ടാവുക. മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ 4 ദിവസത്തെ തുടർച്ചയായി നീണ്ടുനിന്ന സംഘർഷത്തിൽ നിന്നുമൊക്കെ ലഭിച്ച പാഠങ്ങൾ മനസ്സിൽ വെച്ച് ഭേദഗതി ബിൽ കൊണ്ടുവന്നത് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഈ ഭേദഗതിക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യയെ പോലൊരു രാജ്യം തൊട്ടടുത്ത് നിൽക്കുകയും ഏതെങ്കിലും ഘട്ടത്തിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ ശേഷി ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സിവിൽ ഭരണകൂടത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം സൈനിക പവറിന് കൊടുക്കേണ്ടതുണ്ട് എന്നവർ ന്യായീകരിച്ചു വെക്കുകയാണ്. പക്ഷേ എന്താണ് ആകത്തുകയിൽ സംഭവിക്കുന്നത്? ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ സർവാധിപത്യം. സംയോജിത പ്രവർത്തന പ്രതികരണം ആവശ്യപ്പെടുന്ന ആധുനിക യുദ്ധത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം കണക്കിലെടുത്ത് ഫീൽഡ് മാർഷലിന് കൂടുതൽ അധികാരം നൽകണമെന്നാണ് ഈ മാധ്യമങ്ങളടക്കം വാദിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അസീം മുനീറിന്റെ സർവാധിപത്യമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന്. പാകിസ്ഥാൻ കണ്ട എക്കാലത്തെയും ശക്തന്മാരായ ജനറൽമാർ സിയാ ഉൽ ഹക്കിനും പർവേസ് മുഷറഫിനും പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് മുനീർ ഒരു ഞൊടിയിടയിൽ നേടിയെടുക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. സൈനിക കമാൻഡ് ശൃംഖല, ആണവ അധികാരം, ജുഡീഷ്യറി എന്നിവയെല്ലാം ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നിയന്ത്രണത്തിലേക്ക് മാറുന്നു എന്നതും നമ്മൾ പൊള്ളുന്ന യാഥാർത്ഥ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മുനീറിന്റെ ഈ തന്ത്രം സൂക്ഷ്മവും അപകടമേറിയതുമാണ്. ഭരണഘടനയുടെ 243 അനുച്ഛേദം ഭേദഗതി ചെയ്യുന്ന ഈ ബിൽ സൈന്യത്തിന്റെ യഥാർത്ഥ മേൽക്കോയ്മയെ ഔദ്യോഗികമാക്കുകയാണ്. പാക് കരസേനാ മേധാവി അസീം മുനീർ ഭരണഘടനാപരമായി പരമോന്നത സ്ഥാനത്തേക്ക് എത്തുന്ന നിലയിലാണ് പുതിയ ഭേദഗതിയെന്നും റിപ്പോർട്ടുകളുണ്ട്. 3 സൈനിക വിഭാഗങ്ങളെ നിയന്ത്രിക്കാൻ ഭരണഘടനാപരമായി CDF എന്നൊരു പരമാധികാര പൊസിഷൻ കൂടി കൊടുക്കുന്നു. പ്രസിഡന്റിന് സമാനമായ ഭരണഘടനാപരമായ അവകാശങ്ങളോടെയാണ് ഈ പദവിയിലുള്ളയാൾ പ്രവർത്തിക്കേണ്ടത്. അതായത് പ്രധാനമന്ത്രിക്ക് മുകളിൽ രാജ്യത്തിന്റെ പ്രഥമ പൗരനായ പ്രസിഡന്റിനൊപ്പം തന്നെ ഫീൽഡ് മാർഷൽ ഉണ്ടാവും. ഇംപീച്ച്മെന്റിന് സമാനമായ പാർലമെന്ററി നടപടികളോടെ മാത്രമേ സംയുക്ത സൈനിക മേധാവി നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. പുതിയ ഭേദഗതി രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് എന്തായാലും തുടക്കമിട്ടിട്ടുണ്ട്. നിയമ ഭേദഗതി രാജ്യത്തെ സൈനിക ശക്തിയുടെ കേന്ദ്രീകരണമായും സിവിലിയൻ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമൊക്കെ എന്നുള്ള വിമർശനമുണ്ട്. എന്നാൽ സൈന്യത്തെ കാലത്തിനനുസരിച്ച് മാറ്റുന്നതാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് അസീം മുനീറിന്റെ പക്ഷം പറയുന്നത്. സൈന്യത്തിനൊക്കെ പുറമെ രാജ്യത്തെ നിയമവ്യവസ്ഥയിലും കാതലായ മാറ്റം മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് ഈ ഭേദഗതി. ജഡ്ജി നിയമത്തിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ അധികാരപരിധി കുറയ്ക്കുന്നുണ്ട് ഈ ഭേദഗതി. ഇതിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ് എന്നതാണ് മറ്റൊരു ദുര്യോഗം. ഇതിൽ ദുഃഖകരമായൊരവസ്ഥയാണത്. പാകിസ്ഥാനിൽ ആസ്ഥാനമാക്കിയിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ഹക്കാനി നെറ്റ്വർക്ക് തുടങ്ങിയ സംഘങ്ങൾ ഫണ്ട് ശേഖരണം, ഹവാല, വ്യാജ NGOകൾ, ചാരിറ്റികൾ മുതലായ വഴികളിലൂടെ ഇന്ത്യയിലേക്ക് പണം എത്തിച്ചുകൊണ്ട് സാമ്പത്തികമായൊരു ജിഹാദ് അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വൈറ്റ് കോളർ ടെററിസം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ചെങ്കോട്ടയിലെ സ്ഫോടനത്തോടെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞു. അത്തരത്തിൽ നിരവധി രീതികളിലൂടെ ഇന്ത്യയെ ആക്രമിക്കുക എന്നത് പാകിസ്ഥാൻ ബേസ്
പാകിസ്ഥാൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആവശ്യമാണ്. അത് നടപ്പിലാക്കാൻ ഏറ്റവും അധികം അവരെ പിന്തുണയ്ക്കുന്നത് അത് അവരുടെ ഫീൽഡ് മാർഷൽ അസീം മുനീറാണ്. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക റിപ്പോർട്ടിൽ വെള്ളക്കോളർ രൂപത്തിലുള്ള ഭീകര ഫണ്ടിംഗ് ഏറെ വർദ്ധിക്കുന്നുണ്ടെന്നും അത് ശ്രദ്ധിക്കണമെന്നുമൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇന്ത്യ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം വൈറ്റ് കോളർ ഭീകരത ഉണ്ടാക്കുന്ന സാമ്പത്തിക യുദ്ധം കൂടിയായിരിക്കും. അതിന് പാകിസ്ഥാനിലെ ഏറ്റവും പരമാധികാരമുള്ളൊരു വ്യക്തിയുടെ പിന്തുണ കൂടി ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ ഇതെങ്ങനെ അതിജീവിക്കും എന്നതൊരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. ചില പാകിസ്ഥാൻ ബന്ധമുള്ള ഷെൽ കമ്പനികൾ, വ്യാജ ഇ-കൊമേഴ്സ് ഇടപാടുകൾ, കള്ള നിക്ഷേപങ്ങൾ എന്നിവയുടെ പണം ഭീകര സംഘടനകളിലേക്കോ അതുമായി ബന്ധമുള്ള വ്യക്തികളിലേക്കോ ഒഴുകിയിട്ടുണ്ടെന്നും ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സാമ്പത്തികമായി പാപ്പരായ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഭീകരതയെ അവരങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ പാകിസ്ഥാനിൽ സൈനിക മേധാവി അസീം മുനീർ കരുത്തനായതോടെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഭീകരതയ്ക്കുള്ള രഹസ്യ ഫണ്ട് പുനരാരംഭിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്ത് വെറും റബ്ബർ സ്റ്റാമ്പാണെന്നും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സൈനിക മേധാവിയായ അസീം മുനീറാണെന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ഇപ്പോൾ അസീം മുനീറാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ വീണ്ടും തലയുയർത്താൻ ശ്രമിക്കുന്നതിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സിയാ ഉൽ ഹക്കിന്റെ കാലം മുതൽ പാകിസ്ഥാന് ഭീകരതയ്ക്ക് ബജറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് പാക് ചാര സംഘടനയായ ISIക്കുള്ള ഫണ്ട്. ഇത് ഓഡിറ്റിൽ പോലും വരില്ല. ശതകോടികൾ പാസ്സാക്കിക്കൊണ്ട് ഭീകരതയ്ക്ക് ഉണ്ണാനും ഉറങ്ങാനും ഇടം കൊടുക്കുന്ന ഇടം കൂടിയാണ് പാകിസ്ഥാൻ. ഈ പണമാണ് ജെയ്ഷെ മുഹമ്മദിലേക്ക് എത്തുന്നത്. ഈ പണം ഉപയോഗിച്ച് തിന്നുകൊഴുത്ത ഭീകരരാണ് ഇന്ത്യയെ കടന്നാക്രമിക്കുന്നത്. പാകിസ്ഥാൻ സാമ്പത്തികമായി പാപ്പരായതോടെ ഈ പണി അവർ തൽക്കാലത്തേക്ക് നിർത്തിയതാണ്. പക്ഷേ അസീം മുനീർ അതൊന്നും വിട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച് വിശദമായി പഠിച്ച ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അസീം മുനീർ അവിടെ ഭീകരതയ്ക്ക് വീണ്ടും മൂടും പാവും നെയ്യുന്നുവെന്ന് പറയുന്നുണ്ട്. ജനം പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഭീകരതയ്ക്കുള്ള ഫണ്ട് കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് അസീമിന്റെ നിലപാട്. ഇതോടൊപ്പം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പരമ്പരാഗത സാമ്പത്തിക ശൃംഖല വലുതായുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ എയ്തുവിടുന്ന ഭീകരതയുടെ അമ്പുകൾ കൂടി ഇനി ഇന്ത്യക്ക് തടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ പൂർണ്ണാധികാരം, സർവാധിപത്യം ഫീൽഡ് മാർഷലായി സ്വയം അവരോധിച്ച അസീം മുനീറിലേക്ക് മാറുമ്പോൾ അതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണ കൂടി ലഭിക്കുമ്പോൾ, അമേരിക്കയുടെ ബഫർ സോണായി പാകിസ്ഥാൻ ഇവിടെ നിർത്തേണ്ടുന്നൊരു ആവശ്യം അമേരിക്കയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇനി ഇന്ത്യ എന്നൊരു രാഷ്ട്രം എത്തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് ലഭിച്ച വ്യക്തമായ വിജയം അത് പാകിസ്ഥാന്റെ ഈഗോയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വയം അങ്ങ് രാജ്യത്തിന്റെ സർവാധികാരിയാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേരെ എന്തും ചെയ്തു കളയാമെന്നാണ് അസീം മുനീറിന്റെ സ്വപ്നം. സ്വന്തം രാജ്യത്തെ പ്രവിശ്യകളിലെ സാധാരണക്കാരായ ആളുകൾ വെള്ളവും ഭക്ഷണവും കിട്ടാതെ ജോലിയില്ലാതെ തെരുവിലിരുന്ന് തെണ്ടിയാലും കുഴപ്പമില്ല, ഇന്ത്യയുടെ നാശം കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ഭരണാധികാരി തൊട്ടടുത്ത് സർവാധിപത്യത്തോടുകൂടി വാഴാൻ പോകുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ കരുതിയിരിക്കേണ്ടതുണ്ട്.